സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നും ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കൊറോണ കാലത്ത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ചിക്കനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാട്ടോ നമ്മുടെ താരം. ഇത് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞാൽ മാത്രമേ മസാലയ്ക്ക് ഇതിനകത്ത് കയറി പിടിക്കുള്ളൂ. അപ്പം ഫസ്റ്റ് നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇത്തിരി മതി കേട്ടോ. അടുത്തായിട്ട് ചിക്കൻ മസാല, ഇനി കുറച്ച് ഉപ്പിടാം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്തിടാം. ആയിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാം. നല്ല നാടൻ ഫ്ലേവർ കിട്ടണമെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ഇടാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ ഇടാം. ഇനി ഫൈനലായിട്ട് നമുക്കിതിൽ കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയിട്ട് മിക്സ് ആക്കാം. ഇത് വേണമെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ചിക്കനിൽ കൊടുക്കാം. പക്ഷെ അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഈ പൊടി എല്ലാതും കറക്റ്റായിട്ട് മിക്സ് ആവില്ല. മിക്സ് ഇതാ ഈ പരുവത്തിലെത്തി. ഇത് നമുക്ക് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ കാലിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് കുറച്ച് ഉള്ളിക്കൊക്കെ തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ചിക്കൻ നല്ല സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. മസാലയൊക്കെ ഒരുപോലെ തേച്ചിട്ടുണ്ട്. എവിടെ ഇങ്ങനെ മസാല ഒരു ഭാഗത്തായിട്ട് കൂടുതലായിട്ട് നിന്നാൽ അതവിടെ കരിഞ്ഞു പോവും. അപ്പം ഇതിന് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ഒരു മിനിമം അരമണിക്കൂർ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ബൈ. ഇതുപോലെ ഒരു പടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അവിടെ കുടിക്കുക അല്ലേ. കേട്ടോ ഇവിടെ ഉറപ്പിച്ച് വെക്കാം. അപ്പൊ നമ്മുടെ വടി ഇവിടെ നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില കൊണ്ട് ഒന്നിവിടെ ഒന്ന് വൃത്തിയാക്കി വെക്കാം കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് വെക്കല്ലേ. നമുക്ക് ഈ കാലൊന്ന് നമുക്ക് ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു ചരലെടുത്ത് കിട്ടുന്നത് വാഴേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാലൊക്കെ കെട്ടി നമ്മുടെ ബക്കറ്റ് ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇതാ ഇതുപോലൊരു ബക്കറ്റ് എടുക്കുക. പഴയ ബക്കറ്റ് എടുക്കുന്നത് കേട്ടോ നല്ലത്. കാരണം പിന്നെ ഈ ബക്കറ്റ് എന്താവും നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ കുറച്ച് കട്ടിയുള്ള ബക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു പഴയ ബക്കറ്റ് എടുക്കുക, അതായിരിക്കും നല്ലത്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ
കവർ ചെയ്യുക കേട്ടോ. എയർ അകത്ത് പോവാതിരിക്കാൻ നോക്കണം. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓല എടുത്തിട്ട് വരാം. ഇതാ ഈ ഓല നമുക്ക് പക്കൻ്റെ ചുറ്റുള്ള അടിഞ്ഞ് വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. ചൂട്. ഇനി നമുക്ക് പതുക്കെ ചിക്കൻ എടുക്കാം. നമുക്ക് കാലിൽ കെട്ടൊക്കെ വെച്ചിട്ട് ചിക്കൻ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇനി സെപ്പറേറ്റായി നിൽക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങാനം എല്ലാവർക്കും പിഴിഞ്ഞ് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കാറേ. ടേസ്റ്റ് നോക്കാറേ. വേണ്ട വേണ്ട, സൂപ്പർ. നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.